മുആദ് റളിയല്ലാഹു അൻഹുവിലേക്കും ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിലേക്കും രണ്ടുപേരുടെ അടുക്കലേക്കും ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലയളവിൽ തന്നെ അദ്ദേഹം 400 സ്വർണ്ണ നാണയം കൊടുത്തുവിട്ടു. സ്വർണ്ണ നാണയമാണ്, സ്വർണം കൊടുത്തുവിട്ട വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇത് വാങ്ങിയിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് കൂടി നോക്കണം. അങ്ങനെ അദ്ദേഹം നോക്കിയപ്പോൾ ഈ 400 സ്വർണ്ണ നാണയം കൂടെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അവിടെയുള്ള ജോലിക്കാരിയാകുന്ന സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ഇത്ര ശതമാനം ഇന്നർക്ക് കൊടുക്ക്, ഇത്ര ശതമാനം ഇന്നർക്ക് കൊടുക്ക്. ഇവർ ചെയ്യുന്നതാണ് മൊത്തം സ്വതക്ക, ഒന്നുമില്ല, കയ്യിലൊന്നും വെക്കുന്നില്ല, ഒരല്പം പോലുമില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സേവകൻ ചെന്ന് പറഞ്ഞു, 400 സ്വർണ്ണ നാണയം രണ്ടുപേർക്കും നൽകി, 800 മൊത്തത്തിൽ നൽകിയത്. കൊടുത്തിട്ടും അത് പരിപൂർണമായി ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ അത് കൊടുത്തു തീർത്തു എന്ന് പറഞ്ഞപ്പോ ഫബകാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എനിക്ക് ഇത്ര നല്ല മനോഹരമായ കൂട്ടുകാരെ സമ്മാനിച്ച അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹുവിന്റെ കരയാണ്. അപ്പോ സാലിഹീങ്ങളായ കൂട്ടുകാർ, ദുനിയാവിനോട് യാതൊരു താല്പര്യമില്ല, ദുനിയാവിനോടൊരു മഹത്വമില്ല, ദുനിയാവിനോടൊരു താല്പര്യമില്ല, സുഹൃതാണ്, പരിത്യാഗമാണ്, ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന സാലിഹീങ്ങളാണ്. പഠിച്ചു വെക്കണം, മരണത്തെ കൊതിച്ച് നിലകൊണ്ട വ്യക്തിയാണ് മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയമായപ്പോ ബഹുമാനപ്പെട്ടവർ നല്ലതുപോലെ കുളിച്ച് വളുവെടുത്തുകൊണ്ട് കിബില കവിയുമായി കടക്കുകയാണ്. എന്നിട്ട് അവിടെ കടന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ, രണ്ട് കൈകളും ആകാശത്തിന്റെ ദിവനായ പടച്ചിറപ്പിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നീ ലം ഉഹിബ്ബ ദുനിയാ വതൂലൽ ബഖാ. അല്ലാഹുവേ, പടച്ചിറപ്പേ, ഈ ദുനിയാവിൽ കാലാകാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഈ പാവപ്പെട്ട മുആദിനില്ല. അല്ലാഹ്, നിനക്കതറിയാമല്ലോ അല്ലാഹ്, എന്റെ കൈകളിലേക്ക് കിട്ടിയതാകുന്ന സ്വർണ്ണ നാണയം മുഴുവനും പരിപൂർണമായി പാവപ്പെട്ടവർക്ക് കൊടുത്തവനാണ് ഞാൻ. യമനിലേക്ക് ഇസ്ലാമികമാകുന്ന ദീനീ ദഅവത്തിന് വേണ്ടി പോയി അവിടെയുള്ള പണക്കാരുടെ കൈകളിൽ നിന്ന് സമ്പത്ത് പിടിച്ചു വാങ്ങിയിട്ട് സകാത്ത് പിടിച്ചു വാങ്ങി പാവപ്പെട്ടവന് കൊടുത്തതാകുന്ന വ്യക്തിയാണ്. അവസാനം നാട്ടിലുള്ളതാകുന്ന സർവ്വ പാവപ്പെട്ടവരുടെയും പട്ടിണി മാറി അവർ മുഴുവനും പണക്കാരായി തീർന്നപ്പോ ആ സ്വർണവും മുഴുവനും കൊണ്ടുവന്ന് മദീനയിലേക്ക് കൊണ്ടുവന്നു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, സകാത്ത് കൊടുക്കേണ്ടത് ആ നാട്ടിലുള്ളവർക്കാണ്, അവിടെ കൊടുക്കാതെ എന്തിനു നീ ഇവിടെ കൊണ്ടുവന്നു എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരൊറ്റ പാവപ്പെട്ടവൻ പോലും ഇനി യമനിലില്ല, എല്ലാ പാവപ്പെട്ടവനെ ഈ പട്ടിണി മാറിയിട്ടുണ്ട് സകാത്ത് സിസ്റ്റമായതിന്റെ പേരിലെന്ന് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. അത്രയേറെ സിസ്റ്റമാറ്റിക്കായി സകാത്തിന്റെ വിതരണം നടത്തിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ടവർ. അല്ലാഹു അടുത്ത ദറജ ഉയർത്തട്ടെ. ഞാൻ പറഞ്ഞു വന്നതിന്, കോടിക്കണക്കിന് സ്വർണ്ണ നാണയ കൈവെള്ളയിൽ വന്നിട്ട് പോലും ഒരു സ്വർണ്ണ നാണയം പോലും തന്റെ ജീവിതത്തിലേക്ക് മാറ്റിവെക്കാൻ മുആദ് റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. നമ്മളാണെങ്കിലോ പിരിക്കല്ലേ, ഇപ്പൊ അതാണല്ലോ പരിപാടി, സക്കാത്ത് പിരിച്ചിട്ടും അതൊക്കെ കുറെ വിഴുങ്ങുക, അവനവൻ വിഴുങ്ങുക. അല്ലാഹു മുളക്കാക്കട്ടെ. അവൻ വലുതായി, അവൻ വീട് വെച്ച് വലുതായി, സക്കാത്തിന്റെ പിരിവുകാർ, അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. ഇന്നത്തെ തലമുറ ഏതാണ്? മുആദ് റളിയല്ലാഹു തആല എന്താ ചെയ്യുന്നത്? വാങ്ങിച്ചിട്ടത് സിസ്റ്റമായി കൊടുത്തതിന്റെ പേരിൽ നാട്ടിലുള്ള സർവരുടെയും പട്ടിണി മാറി അവസാനം അത് മുഴുവനും സകാത്തിന്റെ മുഴുവൻ പണവും അവസാനമായപ്പോൾ വാങ്ങാൻ ആളില്ലാതെ അത് പരിപൂർണമായിട്ട് മദീനയിലേക്ക് കൊണ്ടുവന്ന ചരിത്രം പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്. മനസ്സിലാക്കണം, അത്രയേറെ സൂക്ഷ്മത വെച്ചു സമ്പത്തിന്റെ വിഷയത്തിൽ. ഒരു നയാ പൈസ പോലും എനിക്ക് വേണ്ടടോ, എനിക്ക് അല്ലാഹു തരും. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ആഖിറമാണ് ഏറ്റവും വിജയമെന്ന് അവിടുന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ വഫാത്താകുന്ന സമയം രണ്ട് കൈകളും ആകാശത്തിന്റെ ദിവനായ പടച്ചിറപ്പിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നീ ലം ഉഹിബ്ബ ദുനിയാ വതൂലൽ ബഖാ. അല്ലാഹുവേ, പടച്ചിറപ്പേ, നിനക്കെന്നെ അറിയാമല്ലോ അല്ലാഹ്, ഞാൻ ദുനിയാവ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല അല്ലാഹ്. ഈ ദുനിയാവിൽ കാലാകാലം വസിക്കണമെന്നുള്ള ചിന്ത എന്റെ മനോമുഖരത്തിൽ ഇല്ലേ ഇല്ല. എനിക്ക് ഈ ദുനിയാവിൽ വസിക്കണമെന്നില്ല. എന്നിട്ട് അദ്ദേഹം വലത് കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തു. ഞാൻ നിർത്തുകയാണ്, കേട്ടോ, ഇങ്ങനെ ഷെയ്ക്കാൻഡ് കൊടുക്കുക.
കൂടെയുള്ളവർ അന്താളിച്ചു, ഭാര്യയും കുടുംബങ്ങളും ഒക്കെ അന്താളിക്കാൻ. ഇത് ആർക്കാണ് ഈ ഷെയ്ഖാന് കൊടുക്കുന്നത്? അദ്ദേഹം വിളിച്ചു പറയുകയാണ്, മർഹബാ മർഹബാ മർഹബൻ ബി അസ്റായീൽ, സ്വാഗതമാണ് സ്വാഗതമാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ, കടന്നു വരുക കടന്നു വരുക. ജഅല ഫഖാ മർഹബാ ജഅല ഫഖാ, ദാരിദ്ര്യത്തിൻ്റെതാകുന്ന പ്രഥമകാഷ്ഠയിൽ നിലകൊള്ളുന്ന സമയത്താണല്ലോ നീ എന്നിലേക്ക് കടന്നു വന്നത്. കടന്നു വരുക, സ്വാഗതമാണ് സ്വാഗതമാണെന്ന് പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു വലത് കൈ കൊണ്ട് ഷെയ്ഖാന് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന് ചരിത്രമാണ് പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്ത്. അതുകൊണ്ടല്ലേ അവരെ പ്രണയിച്ചു പോയത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ചില കൂട്ടുകാരുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിൽപ്പെട്ട വ്യക്തിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു അത്രേ, അഅലമു ഉമ്മത്തി ബിൽ ഹലാൽ വൽ ഹറാം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. എന്ന സമുദായത്തിൽ ഹലാൽ ഹറാമുകളെ കുറിച്ച് വ്യക്തമായി നല്ലതുപോലെ തിരിച്ചറിയാവുന്ന ഒരു സ്വഹാബിയുണ്ട് കേട്ടോ. അത് മറ്റാരുമല്ല, യമനിലേക്ക് പറഞ്ഞയച്ച, എന്നെ വാട്ട് കേട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി യമനിൽ പോയി പ്രബോധനം നടത്തിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ വിശ്വാസത്തിന്റെ തെളിനീര് കൊടുത്തതാകുന്ന മുആദാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമുക്കും സാധിക്കണം ഈ പുണ്യ റമദാനിൽ, നമുക്കും അത് നേടിയെടുക്കാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ റമദാനിൽ നൽകുന്ന സന്ദേശം അതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈമാൻ ധാരികളായി വർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? 30, 40, 50, 60, 70 വയസ്സ് ഈ ദുനിയാവിൽ ജീവിച്ചു തീർത്ത മുസ്ലിം സഹോദര സഹോദരിമാരെ, മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തിനെ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈമാൻദാരികളായി ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇത്രയും കാലം ജീവിച്ചിട്ട് നമ്മളെ കുറിച്ച് 10 പേര് മരണപ്പെട്ടു പോയാൽ, ഇന്ന ഹാജിയാര് സലീം സാഹിബ്, അല്ലെങ്കിൽ റഫീഖ് സാഹിബ്, അല്ലെങ്കിൽ ഷുഐബ് സാഹിബ്, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു എന്ന് 10 പേര് നമ്മളെ കുറിച്ച് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇന്നത്തെ ദിവസം നൽകുന്നത്. അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ഇനിയുള്ള ജീവിതം വിനിയോഗിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതല്ല, ഇല്ല, എന്റെ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് മോശത്തരമാണെന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ രാവ് കൈ ഉയർത്തി ദുആ ചെയ്തോ. ഖാലിദ് ഉസ്താദിന്റെ ദുആയിൽ, കണ്ടമിടറിക്കൊണ്ടുള്ള പ്രാർത്ഥനയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നരകീയ മോചനം നേടിയെടുത്ത് സ്വർഗത്തിന്റെ കവാടമാകുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാർക്ക് നൽകപ്പെടുന്ന അതിവിശിഷ്ടവും വൈശിഷ്ട്യവുമാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന സ്വർഗത്തിലേക്ക് കടക്കാൻ അല്ലാഹു ഈ സദസ്സിന് ദാനമാക്കട്ടെ. അല്ലാഹു ഈ സദസ്സിന് ദാനമാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാങ്കിന് മുമ്പ് തന്നെ നമ്മുടെ മജ്ലിസ് പിരിയും. അതുകൊണ്ട് തന്നെ ദുആയിലേക്ക് ഇൻഷാ അല്ലാഹ് കടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് പരിപൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. സുബഹിക്ക് ശേഷം വിനീതിനോടൊപ്പം റൂഹ് ബയാൻ മജ്ലിസിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരിമാരുൾപ്പെടെ ധാരാളം ആളുകൾ, ഞാനുമായി സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന കരുനാഗപ്പള്ളിയിലുള്ള മുസ്ലിം സഹോദര സഹോദരിമാർ എല്ലാവർക്കും അല്ലാഹു ഖൈർ ബറകാത്തുകൾ ചൊരിയട്ടെ. വന്നിരാഗത മാദിനി ഉസ്താദ് അടക്കം നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക്, സാദാത്യങ്ങൾക്ക്, ഉലമാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ ത്വാഅത്തിലായി നസീബാക്കുമാറാവട്ടെ.